ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്, ഒരു എൻഗേജ്മെൻറ്റ് വ്ളോഗാണ് കേട്ടോ. ഇക്കടെ ഒരു റിലേറ്റീവ്സാണ്. അപ്പം ഞങ്ങളൊരു 5 മണിയൊക്കെ ടൈമൊക്കെ ആയപ്പോൾ അവിടെ എത്തി. ഞാൻ അവിടെ എത്തി ഉടനെ ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം എന്താ മുകളിലേക്ക് കയറിപ്പോയിട്ട് ഓഡിറ്റോറിയത്തിൽ അവിടെ ഇരുന്നു. ഒരു 6 മണി ടൈമൊക്കെ ആയപ്പോഴാണ് 6 മണിയാണ് ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അവിടെ എത്തിയപ്പോൾ ദാ നമ്മൾ കല്യാണ പെണ്ണ് എൻഗേജ്മെൻറ്റ് പെണ്ണ് അവിടെ അങ്ങനെ ഇരിക്കുന്നു. അതിനുശേഷം ദാ അവിടെ അങ്ങനെ കുറേ കസിൻസൊക്കെ അതിന് വീഡിയോസും ഫോട്ടോസൊക്കെ ആയിട്ട് മാറി മാറി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നു. അങ്ങനെ ദാ ഫ്രണ്ട് സീറ്റ് തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ അതിന് ശേഷം ദാ കുറേ നേരം കഴിഞ്ഞിട്ട് ചെക്കൻ വന്നു കേട്ടോ. ചെക്കൻ വന്ന് ദാ കൈയൊക്കെ കൊടുത്തു. അതിന് ഒരു ഫോട്ടോഷൂട്ടൊക്കെ അങ്ങനെ എടുക്കുന്ന തിരക്കിലാണ്. അപ്പം അതിന് ശേഷം ദാ ഓരോ റിലേറ്റീവ്സും ഓരോരുത്തരുമായിട്ട് ഓരോ ഹാമ്പേഴ്സ് ഇങ്ങനെ മാറി മാറി പെണ്ണിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്കറിയാം, ഡ്രസ്സുകൾ, കാര്യങ്ങൾ, സ്വീറ്റ്സ് അങ്ങനെയൊക്കെ ഉള്ളതാണ്. അങ്ങനെയൊക്കെ ഉള്ളത് അടുത്തടുത്ത ആൾക്കാർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫ്രണ്ട് സീറ്റ് കിട്ടിക്കൊണ്ടാണ് എനിക്ക് ഇത്രയും എടുക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും എടുക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ബാക്കിലേക്ക് വന്നിരുന്നു. കാരണം അവർക്കവിടെ ഇരിക്കണമല്ലോ, വന്നവർക്കവിടെ ഇരിക്കണമല്ലോ. അങ്ങനെ ഞങ്ങളിതാ ബാക്കിലേക്ക് വന്നിരുന്നു. അങ്ങനെ ഓരോരുത്തർ കൊടുത്ത് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഓരോരുത്തർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഒരു എൻഗേജ്മെൻറ്റിന് ഞാൻ പങ്കെടുക്കുന്നത്. അല്ലെങ്കിൽ കല്യാണം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളായിരിക്കും പങ്കെടുക്കുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ അടുത്ത ചടങ്ങിലേക്ക്, മെയിൻ ചടങ്ങിലേക്ക് നമ്മൾ ഗോൾഡ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ചടങ്ങ് കുറച്ചുണ്ട്. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ട്രിവാൻഡ്രത്തൊക്കെ ഇങ്ങനെയാണ് ചടങ്ങുകൾ. വേറെ എവിടെയെന്നൊക്കെ എങ്ങനെയെന്ന് അറിയത്തില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞ ശേഷം ലാസ്റ്റായിട്ട് അപ്പം ഇങ്ങനെ ഒരുപാട് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ നിന്ന് വീഡിയോ എടുക്കാൻ പോലും പറ്റിയില്ല. കാരണം ഈ സമയത്താണല്ലോ ഈ ഹോള് നിറയെ ആൾക്കാരാവുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യമുണ്ട്. വീണ്ടും ക്യാമറ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മങ്ങലൊക്കെ ആവുന്നുണ്ട് ക്യാമറ. അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. അങ്ങനെ കുറേ ആൾക്കാരില്ലെങ്കിലും പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം ഇങ്ങനെയൊക്കെ കാണാൻ പറ്റിയത് അടിപൊളിയായിരുന്നു. അങ്ങനെ കാണാൻ പറ്റിയതിൽ അങ്ങനെ ലാസ്റ്റായിട്ട് പൂക്കൾ വെച്ച് കൊടുത്തു കേട്ടോ. ലാസ്റ്റായിട്ട് പൂക്കളും റോസാപ്പൂവാണ് വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് ചടങ്ങ്. അങ്ങ് മലപ്പുറം, കോഴിക്കോട്, അങ്ങ് കണ്ണൂർ, കാസർഗോഡൊക്കെ ഇങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അതൊക്കെ അറിയാൻ നല്ല കൗതുകമുണ്ട് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ലാസ്റ്റായിട്ട് അതൊക്കെ വെച്ച് കൊടുത്ത ശേഷം ലാസ്റ്റായിട്ട് ചെക്കൻ പെണ്ണിന് മോതിരം ഇട്ട് കൊടുത്ത്, ഒരു മോതിരം ഇടുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റായിട്ട് മോതിരമൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ അതും ഗംഭീരമായിട്ട് കഴിഞ്ഞു.
എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ ശേഷം ലാസ്റ്റായിട്ട് ഇതാ അളിയൻ അവൻ വന്നില്ല കേട്ടോ. അപ്പം അതിന് പകരം വേറൊരു അളിയൻ വന്നിട്ട് പാച്ചൊക്കെ കെട്ടിക്കൊടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റായിട്ട് ഇതാ ഫോട്ടോയൊക്കെ എടുക്കുന്ന സമയമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഓരോന്ന് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം എന്താ വീണ്ടും ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോട്ടോഷൂട്ട് എന്നാലും ഇങ്ങനെ പിന്നെ ഹാളൊക്കെ നന്നായിട്ട് ഒഴിഞ്ഞു കേട്ടോ. എന്ന് വെച്ചാൽ ഓരോരുത്തർ ഫങ്ഷൻ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ടൊക്കെ പോയി. അങ്ങനെയൊക്കെ